പിന്നെ വൈബ്രേഷനെ പറ്റി പറയുമ്പോൾ ഞാനൊരു തേർഡ് ഗിയറിലൊന്ന് റെഡ് ലൈൻ ചെയ്ത് നോക്കിയാൽ നമ്മുടെ റോഡിലൊന്നും അതിന് ഒരുപാട് സ്പീഡ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു കുറഞ്ഞ ഗിയറിൽ റെഡ് ലൈൻ ചെയ്തതിന് ശേഷം മിററിലോട്ട് നോക്കിയപ്പോൾ ഡ്രൈവിംഗ് ഓട്ടോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു മെറ്റിയോറിൻ്റെ ഫുൾ ഒരു റിവ്യൂ ഇട്ടിരുന്നു. വണ്ടി എങ്ങനെയുണ്ട്, വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുമ്പോഴത്തേക്കും ഒരു ടെസ്റ്റ് റൈഡ് റിവ്യൂ ആണ്. ഇതിനകത്ത് നമുക്ക് വണ്ടി ഓടിച്ച് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയുണ്ട്, നമുക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള നോക്കാനായിട്ടാണ്. ഞാനൊരു സ്റ്റാൻഡേർഡ് 350 ഓണറാണ്, അതുപോലെ ക്ലാസിക് 350 ഉണ്ട്. അപ്പോൾ രണ്ടും ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും ഉള്ള ഒരു എക്സ്പീരിയൻസും എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ കൂടെ അശ്വിനുണ്ട്. അശ്വിൻ്റെ കയ്യിൽ ക്ലാസിക് 350 ഉണ്ട്, അവനും അതുപോലെ സ്റ്റാൻഡേർഡ് 350 ഓടിക്കുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറയാനായിട്ട് വിട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ കൊണ്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു കാര്യം, ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, ഈ വണ്ടിക്ക് ഒരു കിക്ക് സ്റ്റാർട്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ പാസ് ലൈറ്റ് ഇവിടെയാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. സോറി ഫോർ ദാറ്റ്. അവിടെ അല്ല പാസ് ലൈറ്റ്, ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഈ മീറ്റർ കൺസോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചസ് ആണ് വരുന്നത്. പാസ് ലൈറ്റ് നമുക്ക് ഇവിടെ റോട്ടറി സ്വിച്ച് ആയിട്ട് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഈ കാണുന്ന ഭാഗത്താണ് നമ്മുടെ പാസ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ പറയാതെ പോയത്. അപ്പോൾ ഇന്നത്തെ ഈ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോയിൽ, നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ച സംശയങ്ങളും കൂടെ ക്ലിയർ ചെയ്തുകൊണ്ടാണ് നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ പറയുമ്പോൾ ഈ ഒരു വണ്ടി ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ വണ്ടി ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സീറ്റ് ഹൈറ്റിൽ തുടങ്ങാം. സീറ്റ് ഹൈറ്റിനെ പറ്റി വളരെ വ്യക്തമായിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ മെറ്റിയോറിൻ്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ സീറ്റ് ഹൈറ്റിൻ്റെ കാര്യത്തിൽ ഈ വണ്ടി മികച്ചതാണെന്ന് തന്നെ പറയാം. കാരണം വളരെ കുറഞ്ഞ സീറ്റ് ഹൈറ്റാണ് വണ്ടി വരുന്നത്. പിന്നെ രണ്ടാമത് വരുമ്പോൾ വണ്ടിയുടെ വെയിറ്റ് ആണ് ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. ഈ വണ്ടിക്ക് 191 കിലോഗ്രാം ഭാരമുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും വളരെ കൗണ്ടർ ബാലൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനും ഷാസിയാണ് വണ്ടിക്ക് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും അതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ ലിങ്കിൽ കയറുന്ന ആ വീഡിയോ കണ്ടാൽ മതി. മൂന്നാമത് ഏറ്റവും മെയിനായിട്ട് വരുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഈ വണ്ടിക്ക് ഹാഫ് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി എഞ്ചിനിടിച്ച് നിൽക്കുന്നു എന്നുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു ട്രയൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. വണ്ടി ഓടിച്ചു കൊണ്ടുള്ള റിവ്യൂ നമ്മൾ വ്യക്തമായിട്ട് ഇപ്പോൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് അതെല്ലാം ഉൾപ്പെടുത്താം. ഞാനിപ്പോൾ നോക്കുന്ന ഈ വണ്ടിക്ക് കിട്ടുന്ന ആ ഒരു ലോ എൻഡ് ടോർക്കും ആ ഒരു പഞ്ചിനെ പറ്റിയാണ് കാണിക്കാൻ പോകുന്നത്. ഗിയർ ബോക്സ് വളരെ സോഫ്റ്റാണ്, ഞാൻ പറഞ്ഞായിരുന്നു. ഗിയർ ഇട്ടിട്ടുണ്ട്, വണ്ടിക്ക് ആ ഒരു വലിയ നോയ്സൊന്നുമില്ല. ഇതാ നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ അത്യാവശ്യം പ്ലെയിൻ ആയിട്ടുള്ളൊരു ഏരിയ അല്ല, കുറച്ച് കയറ്റത്താണ് നിൽക്കുന്നത്. ഞാൻ ക്ലച്ച് റിലീസ് ചെയ്യുകയാണ്. വണ്ടി കണ്ടോ മൂവ് ചെയ്യുന്നുണ്ടോ? ഞാൻ ആക്സിലേറ്റർ സത്യം പറഞ്ഞാൽ കൊടുത്തിട്ടില്ല. വണ്ടി ഈ ക്ലച്ചിൻ്റെ പവറിൽ തന്നെ വണ്ടി ഇത്രയും മൂവ് ചെയ്ത് പോവുകയാണ്, കണ്ടോ? അതായത് വണ്ടി കയ്യിൽ നിന്നും ഓഫായി പോകാനും അതുപോലെ തന്നെ ട്രാഫിക്കിൽ യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തന്നെ നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ പഴയ ക്ലാസിക് 350യും സ്റ്റാൻഡേർഡ് 350യുടെയൊക്കെ യൂസി എഞ്ചിൻ ഉണ്ടായിരുന്ന കംപ്ലയിൻസ് ഇതിനകത്ത് വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഈ വണ്ടിയിൽ ശ്രദ്ധിക്കാനുണ്ട്. ഈവൻ ആ പഴയ ഫ്രീക്വൻറ്റ് ഗിയർ ഷിഫ്റ്റ് വരെ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ടെസ്റ്റ് ഡ്രൈവിൽ നോക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ വണ്ടിയുടെ സ്വിംഗ് ഒരു മാറ്റം വന്നതായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തു. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ചെയിൻ സ്പ്രോക്കറ്റ്, ആ പഴയ ചെയിൻ സ്പ്രോക്കറ്റ് അല്ല വരുന്നത്. വളരെ തിന്നായിട്ടുള്ളൊരു ചെയിൻ സ്പ്രോക്കറ്റാണ് ഈ വണ്ടിക്ക് വരുന്നത്. കുറച്ചുകൂടി തിന്നായിട്ട് നമ്മുടെ ഈ സ്പോർട്സ് ബൈക്സിനൊക്കെ യൂസ് ചെയ്യും പോലെ കുറച്ച് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റുകൾ വരുന്നത്. അതുപോലെ ചെയിനിൻ്റെ സൈസും വളരെ കുറച്ചുകൂടി ചെറുതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആ സ്വിംഗ് ആമിൻ്റെ ഡിസൈനും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. എനിക്കിത് ഓടിക്കുമ്പോഴത്തേക്ക് എന്താണ് എനിക്ക് കിട്ടുന്നൊരു ഫീൽ എന്നുള്ളത് നോക്കാം. നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഞാൻ സ്റ്റാൻഡേർഡ് 350 ഓടിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഡെയിലി ഒരു 60 കിലോമീറ്റേഴ്സ് സ്റ്റാൻഡേർഡ് 350 ഓടിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതിൽ നിന്നും എന്ത് മാറ്റമാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് 350 വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിനും സ്റ്റാൻഡേർഡ് 350 പോലെ തന്നെ നമുക്ക് 5th ഗിയറിലൊക്കെ സ്ലോ സ്പീഡിൽ പോകാനായിട്ട് സാധിക്കും. അതായത് ഒരു 40-45 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതായത് ഒരു സിറ്റി ട്രാഫിക്കിലൂടെയൊക്കെ നമുക്ക് സുഖമായിട്ട് റൈഡ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. അധികം ഗിയർ ചേഞ്ചുകളില്ലാതെ തന്നെ ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്, അതുപോലെ അശ്വിൻ്റെ അഭിപ്രായം പറയും. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ വേഗം പറഞ്ഞു പോവാം. എനിക്കിത് ഓടിക്കുമ്പോഴത്തേക്കും ക്ലച്ച് ഫീൽ വളരെ ലൈറ്റായിട്ട്
ആയിട്ടാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ ക്ലച്ച് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൈക്ക് വലിയ ആയാസമൊന്നും വരുന്നില്ല. അതാണ് ഞാൻ ലൈറ്റ് ക്ലച്ച് ഫീൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുപോലെ ഇതിൻ്റെ ക്ലച്ച് ലിവർ നല്ല ലെങ്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഒരു ലൈറ്റായിട്ടുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. പിന്നെ ഗിയറും അതുപോലെ തന്നെ സ്മൂത്ത് ഷിഫ്റ്റുകളാണ് എനിക്ക് കിട്ടുന്നത്. വണ്ടി നല്ല പവർഫുള്ളാണ്, വൈബ്രേഷൻസ് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ നാവിഗേഷൻ സിസ്റ്റം വരുന്നത് ഒരു എക്സ്ട്രാ ഫീച്ചറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രേക്കിംഗ് സിസ്റ്റവും പക്ക എഫിഷ്യൻ്റ് ആണ്. അതുപോലെ ഹോണൊക്കെ വരുന്നത് ക്ലാസിക് 350യുടെ തന്നെ അതുപോലത്തെ ഹോണാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ എൻജിൻ മാറിയിട്ടുണ്ട്. എൻജിൻ ഡിസൈൻ എന്ന് പറയുന്നത് തന്നെ J1D എന്ന് പറയുന്ന എൻജിൻ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നേരത്തേക്ക് UCE എൻജിൻസ് ആയിരുന്നു. J1D ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഇതിൽ വൈബ്രേഷൻസ് ഒരുപാട് മാറിയിട്ടുണ്ട്, റിഫൈൻമെൻറ്റ് ഒരുപാട് കൂടിയിട്ടുണ്ട് ഈ വണ്ടിയിൽ. വണ്ടി നല്ല റിഫൈൻഡ് ആണ്. ഇതൊരു 110-120 കിലോമീറ്റർ സ്പീഡിലൊക്കെ കയറി പോകാനായിട്ട് സാധിക്കും. പക്ഷേ ഇതൊരു ടൂറർ ബൈക്കാണെന്നുള്ളത് എപ്പോഴും മൈൻഡിൽ വെച്ചേക്കുക. ഇതൊരുപാട് റേസ് ചെയ്ത് കയറി പോകാനുള്ള വണ്ടിയല്ല. ഒരു മിനിമം സ്പീഡിൽ നമുക്കിങ്ങനെ ക്രൂസ് ചെയ്ത് പോകാനായിട്ട് വളരെ സൂപ്പർ വണ്ടിയാണ്. നമുക്ക് ലോങ് റൈഡിനും പറ്റിയ വണ്ടിയാണെന്നാണ് ഈ റൈഡിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇതിനെപ്പറ്റി അശ്വിൻ്റെ എക്സ്പീരിയൻസ് അശ്വിൻ്റെ സെഗ്മെൻറ്റ് വരുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മളെ റൈഡർ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങളൊന്ന് നോക്കാം. പഴയ വണ്ടികളിലുണ്ടായിരുന്ന, അതായത് UCE എഞ്ചിനിലുണ്ടായിരുന്ന കംപ്ലയിൻസും എല്ലാം ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഈ ഒരു വണ്ടിയിൽ ആ പ്രശ്നങ്ങളുണ്ടോ എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ ആദ്യം എനിക്ക് തോന്നിയത് വളരെ വേഗത്തിൽ പോയി ഒരു റിവ്യൂ ചെയ്യുന്നതിലല്ല കാര്യം. അത് നമുക്ക് പോയി നോക്കാം, അതൊക്കെ പിന്നീട് നോക്കാം. ആദ്യം തന്നെ ഈ വണ്ടിയിലുണ്ടായിരുന്ന ജെർക്കിങ് കംപ്ലയിൻ്റ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഞാനിപ്പോൾ വളരെ പയ്യാണ് പോകുന്നത്. ഒരു ടോപ്പ് ഗിയറിലോട്ട് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5th ഗിയർ ഞാനിതൊന്ന് അടിച്ച് നോക്കാം ഈ ഒരു സ്പീഡിൽ. അപ്പോൾ 5th ഗിയർ വീണിട്ടുണ്ട്. വളരെ പയ്യാണ് ഞാൻ പോകുന്നത്, പക്ഷേ ജെർക്കിങ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വണ്ടി കയറി പോകുന്നത് കണ്ടായിരുന്നോ? ഞാനിപ്പോൾ 5th ഗിയറിലായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. ജെർക്കിങ്ങിന് വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. ജെർക്കിങ് ഒന്നും ഫീൽ ചെയ്തില്ലായിരുന്നു. പക്ഷേ ആ കിടന്ന 5th ഗിയറിൽ നിന്നാണ് ഞാൻ ഈ സ്പീഡിലൊക്കെ പുള്ളി ചെയ്തത്. അപ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇരുന്ന് സ്ട്രഗിൾ ചെയ്തേനെ. പക്ഷേ ഈ ഒരു വണ്ടിക്ക് അങ്ങനെ ഇല്ല. കിടക്കുന്ന ഗിയർ തന്നെ നമുക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓവർടേക്കിംഗ് ഇനി ഈ വണ്ടിയിൽ മേളിൽ സിമ്പിളായിരിക്കുമെന്ന് എനിക്ക് തോന്നി. പവറിലുണ്ടായിട്ടുള്ള വ്യത്യാസം തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത്. ആ വണ്ടി കയറി പോകുന്നുണ്ടായിരുന്നു. നമ്മളൊരു പുതിയ വണ്ടി എടുത്ത് ഓടിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് ഇല്ലയെന്ന് തന്നെ പറയാം. സീറ്റ് ഹൈറ്റ് ആയാലും അതുപോലെ തന്നെ കോർണറിംഗ് ബാലൻസ് ആയാലും ഈവൺ സിറ്റിയിൽ പോലും നമുക്കൊന്ന് ടാക്കിൾ ചെയ്ത് പോകാനൊക്കെ ഈ വണ്ടി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ കോർണറൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് കോർണർ ചെയ്തപ്പോൾ ശരിക്കും വീണ്ടും കോർണർ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഈ വണ്ടിയിൽ മേളിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. നമുക്ക് എല്ലാവർക്കും ടെൻഷനുള്ളൊരു കാര്യമായിരിക്കും ഇത്രയും വെയിറ്റുള്ളൊരു വണ്ടി നമുക്ക് ട്രാഫിക്കിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന്. ഇത് 191 കിലോഗ്രാം ഭാരം വരുന്നുണ്ടെങ്കിലും വണ്ടി വളരെയധികം കൗണ്ടർ ബാലൻസ്ഡാണ്. ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കണ്ടോ, ഞാനിപ്പോൾ ഒരു ടോപ്പ് ഗിയറിലാണ് ഈ ട്രാഫിക്കിലൂടെ യൂസ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ കിടന്ന ആ ഗിയറിൽ തന്നെയാണ് വീണ്ടും ഒന്ന് പുള്ളി ചെയ്തത്. അപ്പോൾ വണ്ടിക്ക് ഒരു ജെർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വണ്ടി ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആണ്. നമുക്ക് ആർക്കും ആണെങ്കിലും വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ വണ്ടി. റോയൽ എൻഫീൽഡ് പുതിയൊരു എഞ്ചിൻ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഒരുപാട് റിഫൈൻഡ് ആയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരൊറ്റ കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നുള്ള പഴയ ഒരു ഫണ്ണ് പോയിട്ടുണ്ടോ ഇല്ലയെന്ന്. നിസ്സംശയം തന്നെ പറയാം, വണ്ടിക്ക് ഫണ്ണിന് ഒരു കുറവുമില്ല. ആ പഴയ ഫണ്ണൊക്കെ തന്നെ ഉണ്ട്. അതുപോലെ പവർ കൂടിയപ്പോൾ ത്രോട്ടിൽ കൊടുക്കാനൊക്കെ ഉള്ളൊരു ഫീൽ വരുന്നുണ്ട്. ഈവൻ നിങ്ങളൊരു ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോഴും ഒരു ക്രൂസർ ബൈക്ക് തന്നെയാണ്, ഒരുപാട് സ്പീഡിൽ പോകേണ്ട വണ്ടിയല്ല. മിറർ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പക്ഷേ നോക്കുമ്പോൾ അറിയാം. കണ്ടോ, ഇതിൽ വൈബ്രേഷൻസ് ഒന്നും അങ്ങനെ അധികമൊന്നും തോന്നിയിട്ടില്ല. അധികം നല്ല ഒട്ടും ഇല്ലയെന്ന് തന്നെ പറയാം. അതായത് ലോ എൻഡിലും മിഡിലും ഒന്നും ഒട്ടും പ്രശ്നമില്ലെന്ന് തന്നെ പറയാം. വൈബ്രേഷൻസിനെ പറ്റി കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഗ്ലൗസ് പോലും യൂസ് ചെയ്യാതെ ഓടിക്കുന്നത്. അപ്പോൾ അതിന് പറയാനുള്ളത് ക്ഷീണിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വൈബ്രേഷൻസ് വണ്ടിയിൽ നിന്ന് വരുന്നില്ല എന്നത് തന്നെയാണ്. വേഗത്തിൽ പോകാനുള്ളൊരു വണ്ടിയല്ല എന്നറിയാം, എങ്കിലും നമുക്കതിൻ്റെ ഇൻഷീനുള്ളതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. കൈയൊന്ന് കൊടുത്ത് നോക്കാം. കുറച്ചൊന്ന് റെഡ് ലൈൻ ആയിട്ടുണ്ട്. വണ്ടി നല്ല രീതിയിൽ തന്നെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതായത് നമുക്ക് ആ ശരീരത്തിൽ അറിയാൻ പറ്റുന്നുണ്ട് വലിച്ചെടുക്കുന്ന ഒരു പവർ. ടാക്കിൾ ചെയ്യാനൊന്നും വലിയ സീനൊന്നും ഇല്ല. അതായത് കണ്ടോ, ഇപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി പോകാനായിട്ട് നിസ്സാരമായിട്ട് തന്നെ കഴിയുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് പവറിനെ പറ്റി പറയുമ്പോൾ പഴയ വണ്ടികളിൽ ഒരു 70-80 മുകളിലോട്ട് പോകുമ്പോൾ ഒരുപാട് നേരം പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് സൗണ്ടുകളും അതുപോലെ തന്നെ കംപ്ലയിൻറ്റ്സ് ഉണ്ടാകാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഈ വണ്ടിയിൽ അങ്ങനെ ഇല്ലയെന്ന് തന്നെ പറയാം. വണ്ടിയുടെ ഒരു സ്വീറ്റ് സ്പോട്ട് കുറച്ചുകൂടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഫുഡ് പാക്ക് ഒരുപാട് ഫ്രണ്ടിലോട്ടാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞത്. അപ്പോൾ എണീറ്റ് നിന്ന് ഓടിക്കുമ്പോൾ സ്റ്റെബിലിറ്റി കുറവെന്ന് തോന്നുന്നില്ല, ഓടിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഗിയർ ഷിഫ്റ്റ് അതുപോലെ തന്നെ ബ്രേക്കിംഗ് ഒന്നും ഒരുപാട് നല്ല രീതിയിൽ എണീറ്റ് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് ഒരുപാടൊന്നും അങ്ങോട്ട് യൂസ് ചെയ്യാൻ ഇത് അത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല, എങ്കിലും വളരെ കംഫോർട്ടബിൾ ആണ്.
ബ്രേക്കിൻ്റെ കാര്യത്തിൽ വളരെ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം നമുക്ക് വളരെ ലീനിയർ ആയിട്ടുള്ള ബ്രേക്ക് കിട്ടുന്നുണ്ട്. ചവിട്ടുമ്പോൾ അത്രയും റെസ്പോൺസ് ഉണ്ട്. ബ്രേക്ക് ഒന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. വരുന്ന സ്പീഡിൽ ഇപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ സ്പീഡോമീറ്റർ റീഡിങ് വരുന്നില്ല, എങ്കിലും ഒരു എബോവ് 40-50 ആണ് പോകുന്നത്. കണ്ടോ, ബ്രേക്ക് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് കുറവ് ഒട്ടുമില്ല. ABS നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടിക്ക് നല്ല ട്രാക്ഷൻ റോഡിൽ കിട്ടുന്നുണ്ടെന്ന് തന്നെ പറയാം. അത് കോർണർ നേരത്തെ ചെയ്തപ്പോഴും എനിക്ക് തോന്നിയത് നല്ല ട്രാക്ഷൻ കിട്ടുന്നുണ്ട്. ബ്രേക്കിംഗ് നമുക്ക് ഒന്നും കൂടെയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് പിടിച്ച് ഞാനിപ്പോൾ ചവിട്ടി നിർത്തുന്നില്ല, എങ്കിലും പോകുമ്പോൾ ഒരു എമർജൻസി ആയിട്ടൊരു ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ വണ്ടിയിൽ നിന്ന് ഫ്രണ്ടിലോട്ട് തെറിച്ച് വീഴാനോ സൈഡിലോട്ട് മറിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കുറവെന്ന് തന്നെ പറയാം. സീറ്റ് വെയിറ്റും ഈ ഒരു വണ്ടിയുടെ വെയിറ്റും ഒക്കെ ആയിട്ടൊന്ന് മാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കാൻ ബ്രേക്ക് വളരെ കൂടുതലാണെന്നാണ് എനിക്ക് ഈ വണ്ടിയിൽ തോന്നിയത്. അതുകൊണ്ട് തന്നെ വെയിറ്റുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് പരിചയമില്ലാത്തവരൊന്നും സൂക്ഷിക്കണം. കാരണം പെട്ടെന്നൊക്കെ ബ്രേക്ക് ചെയ്ത് വീഴുമ്പോൾ ഈ വണ്ടി നിൽക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. വണ്ടി നിൽക്കുമ്പോൾ വണ്ടി സൈഡിലോട്ട് ചരിഞ്ഞ് വീഴാതെ നോക്കുക. മെറ്റിയോർ 350യുടെ വാൽവ് മെക്കാനിക്സിൽ ചേഞ്ചസ് ഒന്നും ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ പഴയ പുഷ് റോഡ് മെക്കാനിസം അല്ല, സിംഗിൾ ക്യാം ഓവർ ഹെഡാണ് ഈ ഡിസൈനിൽ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാപ്പ് ആൻഡ് നോയ്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി കുറച്ച് റെഡ് ലൈനൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ വാൽവ് നോയ്സ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ കേൾക്കുന്നതാണ് ഈ വണ്ടിയുടെ ഒരു എൻജിൻ നോയ്സ് എന്നൊക്കെ പറയുന്നത്. അതായത് എൻജിൻ സൗണ്ട്. ഈ ഒരു സൗണ്ടാണ് ഇതിനൊക്കെ വന്നിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഉള്ളൊരു സൗണ്ടാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം പഴയ UC മോഡൽ വണ്ടികളിൽ, ഈവൻ പുതിയ വണ്ടികൾ പോലും നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ അതിനകത്ത് ടാപ്പ് ആൻഡ് നോയ്സും വാൽവ് ക്ലിയറൻസിൻ്റെ ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടിക്ക് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ആയിട്ട് തോന്നിയില്ല. നിങ്ങൾ ഈ സൗണ്ട് ഇപ്പോൾ കേട്ട് കാണും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, പുള്ളി സ്റ്റാൻഡേർഡ് 350 ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ക്ലാസിക് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ക്ലാസിക് 350 ആണ് യൂസ് ചെയ്യുന്നത്, റോയൽ എൻഫീൽഡ് തന്നെ. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഇത് യൂസ് ചെയ്തതിന് ശേഷം, ഈ വണ്ടി യൂസ് ചെയ്തതിന് ശേഷം എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കാം. എനിക്ക് ക്ലാസിക് 350യിൽ സിറ്റിയിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ചേട്ടൻ ഇപ്പോൾ ഇത് എടുത്തതിന് ശേഷം എന്ത് തോന്നുന്നു? എനിക്ക് ഇത് ഓടിച്ചപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും ഗിയർ ഷിഫ്റ്റിംഗ് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 5th ഗിയറിൽ തന്നെ നമുക്കൊരു 40-45 റേഞ്ചിലൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. അതും വൈബ്രേഷനോ അങ്ങനെയൊന്നും ഇല്ല, നല്ല പക്കായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്കും അത് തന്നെയാണ് തോന്നിയത്. ഞാനിപ്പോൾ ഈവൻ ഹൈവേ യൂസ് ചെയ്യുമ്പോൾ പോലും അതിൻ്റെ ഒരു റെവ് റേഞ്ച് അല്ല ഈ വണ്ടിക്ക് വരുന്നത്. നല്ല രീതിയിലുള്ള ത്രോട്ടിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഇനിഷ്യലുണ്ട്. ഈവൻ 5th ഗിയറിലിട്ട് ഞാൻ നേരത്തെ ആ വീഡിയോയിലൊന്ന് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കാണിച്ചായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് വലിക്കുന്ന ആ ഒരു ഫീലുണ്ട്. അതായത് ഓവർടേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഗിയർ മാറേണ്ട ഒരു പ്രവണത ഈ വണ്ടിയിൽ വന്നില്ല എന്ന് തോന്നി. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ബ്രേക്കിംഗ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളതായിട്ട് തോന്നി. ഡുവൽ ചാനൽ ABS ആണ് വരുന്നത് അല്ലേ? അപ്പോൾ നിനക്ക് എങ്ങനെയാണ് തോന്നിയത്? ബ്രേക്കിംഗ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ക്ലാസിക് 350 ഡുവൽ ഡിസ്ക് മോഡലാണ്. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുന്നത് പോലും വളരെ മികച്ച ബ്രേക്കിംഗ് എന്ന് പറയാം. കാരണം ഫ്രണ്ടിലും ബാക്കിലും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത് വളരെ ബിഗ്ഗറായിട്ടുള്ളൊരു ബ്രേക്കാണ്. ക്ലാസിക് 350 സിഗ്നൽസിൽ ഉൾപ്പെടെ വരുന്നത്. ഫ്രണ്ടിലൊരു വലിയ ബ്രേക്കിങ്ങും അതുപോലെ തന്നെ ബാക്കിലെ ബ്രേക്കിംഗ് സിസ്റ്റം വളരെ ചെറുതായിട്ടാണ് തോന്നിയത്. ഇതിൽ വന്നപ്പോൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. ABSൻ്റെ കാര്യം, സ്കിഡിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ നോക്കിയായിരുന്നു. വണ്ടി വാരുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ലോങ് റൈഡിന് പെർഫെക്റ്റ് ആയിരിക്കും. അതായത് കാല് നല്ല രീതിയിൽ, നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നമ്മൾ മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, കാലൊക്കെ നല്ല രീതിയിൽ നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഒരു ചെയറിലിരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് വയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കാറിലിരിക്കുന്ന ഒരു രീതിയിൽ തന്നെ നമുക്ക് കാലൊക്കെ വെക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം ഫിൽറ്ററൊക്കെ ചെയ്ത് പോകാനൊക്കെ സാധിക്കുന്നുണ്ട്. കോർണറിങ് പക്കായിട്ട് വരുന്നുണ്ട്. പിന്നെ ബ്രേക്കിംഗ് നല്ല സ്റ്റെബിലിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഹോണ് കാര്യങ്ങളൊക്കെ നല്ല കുറച്ചുകൂടെ സൗണ്ട് വന്നിട്ടുണ്ട് പഴയ വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. പിന്നെ സൗണ്ട് എക്സോസ്റ്റ് നോട്ടും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നല്ല ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് ഈ വണ്ടിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു, ഈ റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങളെല്ലാം ഫൺ ടു റൈഡ് ബൈക്സ് ആണെന്ന്. ഈ ഒരു വണ്ടി ലോങ് സ്ട്രോക്ക് എഞ്ചിനിൽ തന്നെ കൂടുതൽ റിഫൈൻമെൻറ്റ് വന്നപ്പോൾ ഓടിക്കുമ്പോൾ നമുക്കൊരു ഫീല് കുറയുന്നില്ല. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇൻ്റർസെപ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലാസിക് 350 യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ പലരും പറയാറുള്ളത് ക്ലാസിക് 350ക്ക് വരുന്ന ആ ഒരു തമ്പല്ല ആ വണ്ടിക്ക് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു വണ്ടി വരുമ്പോൾ ലോങ് സ്ട്രോക്ക് എഞ്ചിനിൽ കൂടുതൽ റിഫൈൻമെൻറ്റാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ വണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഫൺ കിട്ടുന്നുണ്ട്. അതൊരു ട്രൂത്ത് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ഡെയിലി സ്റ്റാൻഡേർഡ് 350 ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോഴത്തേക്കുള്ള വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ വൈബ്രേഷൻ ഒരുപാട് മാറിയിട്ടുണ്ട്. വൈബ്രേഷൻ വളരെ കുറവാണ്. വൈബ്രേഷൻ ഇല്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. കാരണം
നമ്മൾ നേരത്തെ മറ്റേ ചായ്ക്കപ്പ് ടെസ്റ്റൊക്കെ നടത്തിയിരുന്നു. അതിൽ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും വളരെ ഫീബിളായിട്ടുള്ള വൈബ്രേഷനാണ്. അതൊരു ഭയങ്കര ഇഷ്യൂ ആയിട്ടൊന്നും പറയാനായിട്ടുള്ളൊരു സാധനമില്ല, കാരണം ഇല്ല എന്ന് തന്നെ പറയാം. അത് എല്ലാ വണ്ടിയിലും വരുന്ന ഒരു രീതിയിലുള്ള വൈബ്രേഷൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ടോപ്പ് സ്പീഡിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാൻഡേർഡ് 350 ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. പക്ഷേ ഈ വണ്ടിയിൽ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്കിത് ഏകദേശം 110-120 കിലോമീറ്റർ വരെ കയറ്റാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും മൈൻഡ് വെക്കേണ്ടത് ഇതൊരു ടൂറർ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പീഡിൽ ഓടിക്കാനുള്ളതല്ല, നമ്മളൊരു പേസിൽ മൂവ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു വണ്ടിയാണ്. അതെപ്പോഴും വണ്ടി എടുക്കുന്നവർ മനസ്സിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരിക്കലും ഒരു ഒരു റേസിംഗ് മോഡൽ വണ്ടിയല്ല, അത് ടൂറിങ്ങിനുള്ള ലോങ് റൈഡിന് പോകാനുള്ള വണ്ടിയാണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ വണ്ടി എടുക്കാനായിട്ടുള്ളത്. അതുമാത്രമല്ല, റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം അതൊരു ക്രൂസ് ടൈപ്പായിട്ട് ഫണ്ണിന് വേണ്ടിയുള്ളൊരു വണ്ടിയാണ്. ഇതൊട്ടും പവർ കയറ്റി ഓടിക്കാനുള്ള വണ്ടിയാണെന്ന് എനിക്കും ഫീൽ ചെയ്തില്ല. പിന്നെ വൈബ്രേഷനെ പറ്റി പറയുമ്പോൾ ഞാനൊരു 3rd ഗിയറിലൊന്ന് റെഡ് ലൈൻ ചെയ്ത് നോക്കിയാൽ നമ്മുടെ റോഡിലൊന്നും അതിന് ഒരുപാട് സ്പീഡ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു കുറഞ്ഞ ഗിയറിൽ റെഡ് ലൈൻ ചെയ്തതിന് ശേഷം മിററിലോട്ട് നോക്കിയപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ബാക്കെല്ലാം കാണാൻ പറ്റുന്ന വണ്ടികൾ. പിന്നെ എനിക്കൊരു വൈബ്രേഷൻസ് പിന്നെയും തോന്നിയെന്ന് പറയുമ്പോൾ നമ്മൾ ടോപ്പ് ഗിയറിൽ ഒരു കുറഞ്ഞ സ്പീഡിൽ പെട്ടെന്നൊന്ന് കൈയെടുക്കുമ്പോൾ ഈ മിറർ മൊത്തത്തിലൊന്ന് ചെറുതായിട്ട് ആടുന്നതായിട്ട് തോന്നി. പക്ഷേ ഈ വണ്ടിയെ സംബന്ധിച്ച് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയില്ല. പിന്നെ പലരും ഇതിന് വൈബ്രേഷൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളെ സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോൾ വളരെ വൈബ്രേഷൻസ് കുറവാണ്. പിന്നെ എനിക്ക് അത് മാത്രമല്ല തോന്നിയത്, കുറച്ചൊക്കെ ഫണ്ണ് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയെങ്കിലും ഒരു ഇത് വേണമെന്നാണ് എനിക്ക് തോന്നിയത്. ലോങ് സ്ട്രോക്ക് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ സിംഗിൾ സിലിണ്ടർ ആയതുകൊണ്ട് വൈബ്രേഷൻസ് സ്വാഭാവികമാണ്. പക്ഷേ ഇതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അഭിലാഷ് ആൻഡ് അശ്വിനി സൈനിങ് ഔട്ട് ഫ്രം ഡ്രൈവിംഗ് ഓട്ടോ. അതിന് മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കമൻസിൽ നിങ്ങളെ കമൻസൊക്കെ രേഖപ്പെടുത്തുക. നിങ്ങൾക്കുള്ള എന്തെങ്കിലും കൊറീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുക. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ വണ്ടിയെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയെപ്പറ്റി കൂടുതൽ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവും. പിന്നെ വേറെ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ എംപയർ ഷോറൂമിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ബുക്ക് ചെയ്യാനും അതുപോലെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് സൈൻ ഔട്ട് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.